ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ചത് കോൺഗ്രസ് പിന്തുണയിലാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിട്ട നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. തൃശൂർ DCC മുൻ ജനറൽ സെക്രട്ടറിയും ഗുരുവായൂർ അർബൻ ബാങ്ക് ചെയർമാനുമായിരുന്ന P. യതീന്ദ്രദാസിനെയാണ് പുറത്താക്കിയത്. വിവാദ ഫോൺ സംഭാഷണത്തിന്റെ പേരിൽ KPCC അച്ചടക്ക നടപടി നേരിട്ട തിരുവനന്തപുരം മുൻ DCC പ്രസിഡന്റ് പാലോട് രവിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് യതീന്ദ്രദാസ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിട്ടത്. രവിക്കുള്ള പിന്തുണയ്ക്കൊപ്പം തൃശൂർ ജില്ലയിലെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയവും മുൻ DCC സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. മക്കളും ഭാര്യമാരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടില്ലെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുന്ന എത്ര നേതാക്കൾ കോൺഗ്രസിലുണ്ടെന്നാണ് യതീന്ദ്രദാസ് ചോദിച്ചത്. അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കൾ BJPയിലേക്ക് പോകുന്നത് മാത്രമേ വാർത്തയാകുന്നുള്ളൂ. പ്രാദേശിക നേതാക്കളുടെ പോക്കിന്റെ വല്ല കണക്കും കയ്യിലുണ്ടോ എന്നും പോസ്റ്റിൽ പറയുന്നു. പോസ്റ്റ് വിവാദമായതോടെയാണ് യതീന്ദ്രദാസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് വാർത്താക്കുറിപ്പിറക്കിയത്. തൃശൂർ ജില്ലയിലെ തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായി അഭിനയിച്ച ജില്ലാ ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കന്മാരുടെ മിനിമം അവരുടെ ഭാര്യമാരും മക്കളും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം. അത് സത്യവിരുദ്ധാണോ? അതാണ് DC പ്രസിഡന്റ് എനിക്ക് തരേണ്ട ഉത്തരം. അത് സത്യവിരുദ്ധാണെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്. അതേസമയം കോൺഗ്രസ് നടപടിയോട് പരിഹാസത്തോട് പ്രതികരിച്ച് യതീന്ദ്രദാസ് രൂക്ഷമായ വിമർശനങ്ങൾ തുടരുകയാണ്. DCC പ്രസിഡന്റ് അപഹാസ്യനാകരുതെന്നും തന്നെ പുറത്താക്കിയത് സംഘപരിവാറിനെ പ്രീതിപ്പെടുത്താനാണെന്നും യതീന്ദ്രദാസ് പ്രതികരിച്ചു. ഇന്ത്യയിലെ സംഘപരിവാറിന്റെ ചെയ്തികളോട് ചോദ്യം ചോദിക്കുന്നവരെ വേട്ടയാടുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ ഉള്ളിൽ ചോദ്യം ചോദിക്കാൻ പാടില്ലേ? മറ്റേ സംഘപരിവാർ ബന്ധമുള്ള ആളുകളെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയാൻ പാടില്ലേ? അപ്പോൾ ഇതിൽ ആരാണ് സത്യവിരുദ്ധം പറഞ്ഞതെന്നുള്ളതാണ് ഇവർ പറയേണ്ടത്. അതേസമയം കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകാൻ മുൻകൂട്ടി നിശ്ചയിച്ച് പ്രവർത്തിച്ചിരുന്ന ആളാണ് യതീന്ദ്രദാസ് എന്നും അതിന്റെ ഭാഗമായാണ് ഫേസ്ബുക്ക് പോസ്റ്റുകളെന്നും DCC നേതൃത്വം വിശദീകരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ CPIMലേക്ക് പോകാനുള്ള ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നും നേതാക്കൾ പറഞ്ഞു. എന്നാൽ ജില്ലയിലെ കോൺഗ്രസിനുള്ളിലെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് താൻ ചൂണ്ടിക്കാട്ടിയതെന്നും വിമർശനങ്ങൾ തുടരുമെന്നുമുള്ള നിലപാടിലാണ് യതീന്ദ്രദാസ്. ന്യൂസ് മലയാളം, തൃശൂർ.